ഞാൻ പാർട്ടിക്കാരി അല്ലെന്ന് പറയരുതെന്നൊരു കണ്ടീഷനാണ് അവർക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് വരെ എന്നോട് പറഞ്ഞു, പാർട്ടിക്കാരി അല്ലെന്ന് പറയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നെ പൂർണ്ണമായിട്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് ഒതുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. അവസാനം ഞാൻ തീരുമാനിച്ചു, എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഞാൻ എന്തിനാ അങ്ങനെ ഒതുക്കപ്പെടണം? അത് ശരിയല്ല എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന സ്പേസിലേക്ക് പോകണമെന്ന് വെച്ചു. അതാണ് നാഷണൽ ലെവലിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയിലേക്ക് ചേർന്നു. ഞാൻ എതിർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച വീഡിയോ ഇട്ട് അദ്ദേഹം 4 വോട്ട് പിടിക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് അധപ്പതിച്ച ഒരു സംസ്കാരം ശരിയാണോ? അത്രയും നിലവാരത്തിലേക്ക് എത്തിയോ? ഇപ്പോഴും എന്റെ ശബ്ദം വേണോ അവർക്ക് ജയിക്കാനായിട്ട്? നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിക്കൊപ്പമാണ്. പ്രചാരണത്തിന്റെ ഇടയിലാണ്. വാഹനത്തിൽ റോഡിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാം, എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? നല്ല പ്രതീക്ഷ തന്നെയാണ്. ജനങ്ങള് നല്ല പ്രതികരണമാണ്. അപ്പോ മുമ്പും ഞാൻ എല്ലാപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോ തിരിച്ചു വീണ്ടും വന്നതിൽ അവർക്ക് നല്ല സന്തോഷമുള്ള പോലെയാണ് തോന്നിയത്. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മാറ്റമുണ്ടല്ലോ, ഇപ്പൊ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടി മാറി എന്നുള്ളൊരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുക? ഈ പാർട്ടി മാറിയൊന്നും ജനങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. അത് അപ്പുറത്തിരിക്കുന്ന പാർട്ടി പറഞ്ഞു പ്രചരിപ്പിക്കുന്നതേ ഉള്ളൂ. അതിലൊരു കാര്യവും ഇല്ല. ജനങ്ങൾ എപ്പോഴേ ഈ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഈ സ്ത്രീകളെ ഒരുപാട് അവസരം കൊടുക്കുന്ന, ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയാണ് അത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർട്ടി മാറ്റം കൂടെ വരുമ്പോൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണെങ്കിൽ കഴിഞ്ഞ തവണ MLA സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹം ജയിച്ചു വന്ന് മന്ത്രിയായി കഴിഞ്ഞ് ഞാൻ മാറി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്നു വെച്ച ഒരു പദ്ധതിയോ ജനകീയമായ ഒരു മുഖത്തോ ഞാൻ ചെല്ലണ്ട എന്നൊരു തീരുമാനം എടുത്ത് ഒരെണ്ണത്തിലും എന്നെ പങ്കെടുപ്പിക്കാതെ എന്റെ പേര് പോലും പറയാതെ പോയി നല്ല പോലെ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. അപ്പൊ അത് ആദ്യമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ പലരും എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ശരിയാണെന്ന്. കാരണം പലതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സാധാരണ രീതിയിൽ മുമ്പിരുന്നവർ ചെയ്തതാണെന്ന് അവരെയൊക്കെ പങ്കെടുപ്പിച്ചാൽ ഞങ്ങളൊക്കെ ചെയ്യാറ്. ഇതൊന്നും അല്ലാതെ പൊതുമണ്ഡലത്തിൽ പൊതുവായി ജനങ്ങളുടെ ഇടയിലുള്ള എനിക്ക് നല്ല ബന്ധമായിരുന്നു ജനങ്ങളുമായിട്ട്. ആ ജനകീയതയെ കൂടി അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ അത് മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കുറെ നാളായപ്പോ ഞാൻ എന്നെ ഒഴിവാക്കണം, പാർട്ടിയിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അവഗണനയൊന്നുമല്ല, പാർട്ടി പ്രവർത്തിക്കാമല്ലോ. രാഷ്ട്രീയം മാറി എന്നുള്ളത് ഒരു കാര്യമല്ല. അപ്പോ എത്രയോ പാർട്ടിയിൽ നിന്ന് CPM-ലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, അവരൊക്കെ പൊളിറ്റിക്സിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? പിന്നെ ഞാൻ നല്ല ജനകീയമായിട്ട് പ്രവർത്തിച്ചിരുന്നുകൊണ്ട്, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നുകൊണ്ട് ആദ്യം മത്സരിക്കുമ്പോ ഇവിടെ പൂർണ്ണമായിട്ട് UDF മണ്ഡലമായിരുന്നു. അന്ന് ഞാൻ LDF നിൽക്കുമ്പോൾ അന്ന് ബാലകൃഷ്ണപിള്ള സാറിനോട് മത്സരിച്ച് ജയിച്ച് കഠിനമായ ജോലി ചെയ്ത് ഈ മണ്ഡലത്തിൽ 100 കണക്കിന് വികസന പ്രവർത്തനങ്ങൾ MLA മാത്രമായിരുന്നപ്പോൾ ഓരോ ഡേഡിലും കൊണ്ടുവന്നതെല്ലാം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന. അതോടൊപ്പം രാഷ്ട്രീയം ഒന്നും നോക്കാതെ, ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയാണ്. ആ ജനകീയത കൊണ്ടാണ് വീണ്ടും അവസാനം 42,632 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു ജനങ്ങൾ. മൂന്നാമത് മാറിയിട്ട് 21 പുതിയ ആൾ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചു. എനിക്ക് എന്തെങ്കിലും അധികാരമോഹം ഉണ്ടെങ്കിലോ പാർട്ടി മാറണമെന്ന് തോന്നലുണ്ടെങ്കിലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിൽ പിന്നെ എനിക്ക് അന്നല്ലേ പാർട്ടി മാറാവുന്നത്, അധികാരമോഹം ഉണ്ടെങ്കിൽ. ഇതൊന്നും അല്ലാതെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ജയിച്ചു പോയി കഴിഞ്ഞപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ അങ്ങ് മാറ്റി നിർത്തുന്ന ഒരു രീതി സ്വീകരിക്കുന്നു. ഇത് ഇന്ന് പാർട്ടിക്കുണ്ടായിട്ടുള്ള അപജയമാണ്. ഇന്നത്തെ ഏകാധിപത്യം അതിനോടൊപ്പം നിൽക്കുന്ന കുറെ പേരുടെ കയ്യിലാണ് ഇന്ന് പാർട്ടി. അപ്പൊ അവര് തീരുമാനിക്കുന്ന പോലെ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ, ജനകീയരായിട്ടുള്ള പലരെയും ഇതുപോലെ ഒഴിവാക്കി അവർക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഓരോരോ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി. ബാക്കിയുള്ളവരെ നൈസായിട്ട് ഞാൻ പാർട്ടിക്കാരി അല്ലെന്ന് പറയരുതെന്നൊരു കണ്ടീഷനാണ് അവർക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് വരെ എന്നോട് പറഞ്ഞു. പാർട്ടിക്കാരി അല്ലെന്ന് പറയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നെ പൂർണ്ണമായിട്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് ഒതുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ അത് ആദ്യമൊന്നും എനിക്ക് പിടിയിട്ടില്ല. പിന്നെ എനിക്ക് നന്നായി മനസ്സിലായി സകല കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്ന പദ്ധതികൾ അദ്ദേഹത്തിന്റെ ആക്കി മാറ്റിക്കൊണ്ട് എനിക്ക് ഒരു വാല്യൂ ഇല്ലാതെ ഞാൻ ഈ കണ്ട കാലം അത്രയും പ്രവർത്തിച്ച് പാർട്ടിയെ വളർത്താൻ ഉപയോഗപ്പെടുത്തിയതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ് അവർ അങ്ങനെ കാണിച്ചത്. എന്തിനങ്ങനെ എന്നോട് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ എനിക്കറിയില്ല. അതിലൊരു സങ്കടമുണ്ട് മാറ്റി സത്യം, അങ്ങനെ എന്നോട് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഞാൻ ഇത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. 15 വർഷക്കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പറഞ്ഞപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വന്നത്. അപ്പൊ വെറും 102 വോട്ടിനാണ് അന്ന് ജയിച്ചത്. അത് കേസും ഒക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഞാൻ ചെലവ് സഹിതം എനിക്കെതിരെയുള്ള കേസ് തള്ളിപ്പോയി. പക്ഷെ പിന്നീട് രണ്ടാമത് വലിയ ഭൂരിപക്ഷത്തിലാണ് ആ ഡിവിഷനിൽ തന്നെ, ജില്ലാ ഡിവിഷനിൽ ജയിക്കുന്നത്. കഠിനമായി ജോലി ചെയ്ത എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെട്ടതുകൊണ്ടാണ്. ആ ചെയ്ത ജോലി പാർട്ടിയെ വളർത്തി എന്നുള്ളത് അവര് മറന്നുപോയി. നൈസായിട്ട് അടുത്ത ആള് ജയിച്ചു കഴിഞ്ഞപ്പം ഇനി അദ്ദേഹത്തിന്റെ ഇമേജ് കുറഞ്ഞു പോയോ, ഞാൻ എവിടെയെങ്കിലും കയറി ചെന്നാൽ ജനങ്ങൾ എന്റെ അടുത്തേക്ക് വരും. സത്യം ഇതാണ്. ഞാനത് പച്ചയായിട്ട് പറഞ്ഞില്ലതേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ ഓടി എന്റെ അടുത്തേക്ക് എല്ലാരും വരും. എന്റെ അടുത്തേക്കാണ് എല്ലാരും വരുന്നത് എന്നുള്ളതൊരു ഉണ്ടാകും. അതുകൊണ്ടാണ് ഇനി ഞാൻ പൊതുജനങ്ങൾ പങ്കെടുക്കേണ്ട വേദിയിലേക്ക് എത്തണ്ടെന്ന് ഉള്ള നൈസായിട്ട് ഒഴിവാക്കിപ്പോയത്. അതാണ് എന്നെ അവഗണിച്ചത്. ഞാൻ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരാളല്ലല്ലോ. എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ട് മാറി വീണ്ടും വക്കീൽ ഓഫീസിലേക്കൊക്കെ പോയി. പക്ഷെ അപ്പോഴും എല്ലാവരും എന്നോട് പൊതുമണ്ഡലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ സ്ത്രീകൾ വരെ സാറ് പഴയ പോലെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ പാർട്ടിക്കാരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളും ഇവിടുത്തെ MP ഉൾപ്പെടെയുള്ളവര് നിരന്തരമായിട്ട് എന്നോട് ഇങ്ങനെ പോകരുത്, ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്, അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. BJP-ക്കാർ വിളിച്ചു, മറ്റു പല പാർട്ടിക്കാർ വിളിച്ചു. അപ്പൊ വളരെ ആലോചിച്ചു. ചർച്ച നടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. BJP-ക്കാർ എന്നോട് ചോദിച്ചല്ലോ, ഞങ്ങളുടെ പാർട്ടി വരണം എന്നോട് പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞല്ലോ. എല്ലാ BJP ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടിക്കാര്, BJP എന്ന് പേരെടുത്ത് പറഞ്ഞ പ്രമുഖമായ പല പാർട്ടിക്കാരും എന്നെ ക്ഷണിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എങ്ങോട്ട് പോയി അന്നല്ല, എന്നെ ഇങ്ങോട്ടല്ലേ അന്വേഷിച്ചു വന്നത്. അപ്പൊ അതെല്ലാം ആൾക്കാർ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റുന്നില്ല, പാർട്ടി മാറാൻ പറ്റുന്നില്ല. പക്ഷെ അവസാനം ഞാൻ തീരുമാനിച്ചു, എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഞാൻ എന്തിനാ അങ്ങനെ ഒതുക്കപ്പെടണം? അത് ശരിയല്ല എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന സ്പേസിലേക്ക് പോകണമെന്ന് വെച്ചു. അതാണ് നാഷണൽ ലെവലിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയിലേക്ക് ചേർന്നു. ഇന്ത്യ സഖ്യത്തിലാണ് ഇന്ത്യയിൽ മുഴുവൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ ഒരു സ്പേസാന്ന് തോന്നി. അവര് വളരെ ആശ്വാസമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം, സൗകര്യങ്ങൾ തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഈ ഇങ്ങനെ പാർട്ടി മാറി ഇവിടെ എത്തിയപ്പോ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? ഇവിടെ കുറെ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. മറ്റേടത്താണെങ്കിൽ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, പിന്നെ ആ ഭാഗത്തൊരെണ്ണം കൊടുത്ത് അത് വേറെ പാർട്ടിയാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവിടെയുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഞാൻ പിന്നെ അതൊക്കെ അതിജീവിച്ചാണ് ഒരുപാട് പോയിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ബാക്കി ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ മൊത്തം അങ്ങ് പാർട്ടി കൊടുക്കണ്ടല്ലോ. പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് അന്നേ പറയുമായിരുന്നു നേതൃത്വം. കുറെ കൂടി എല്ലാം അങ്ങ് പാർട്ടി, ഒരാളൊരു ആപ്ലിക്കേഷൻ തന്നത് പാർട്ടി കൊടുക്കേണ്ട ആവശ്യം എന്താ? പൊതുവായ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കാറ്. ഒരാളൊരു ചികിത്സാ സഹായത്തിന് വന്നാലേ വേറൊരു സഹായത്തിന് കത്ത് തന്നാൽ എവിടെ അത് സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെ ഇടപെടും. അത്രയേ ഉള്ളൂ. അതൊക്കെ തന്നെ അവർക്കൊന്നും അത്ര മുഴുവൻ ഇപ്പൊ ഈ മന്ത്രി ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും പാർട്ടി വഴി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അത് എനിക്ക് പറ്റില്ല. അത് അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വാക്കാൽ മാത്രമുള്ള ഒന്നായിട്ട് മാറിയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ചുമ്മാ സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ത്രീയായ എന്നെ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നത്. ഒരാൾ ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കണം, ഏത് മതം സ്വീകരിക്കണം, എന്ത് പറയണം എന്നുള്ളതിന് സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട്. ഈ CPIM നടന്ന ഭരണഘടനയെ പറ്റി ചർച്ച ചെയ്യും. CPIM ഒന്നും നടപ്പാക്കുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് സഖാക്കൾക്ക് വിഷമമുണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചതല്ലേ. എത്രയോ പേര് പറയാറുണ്ടെന്നറിയോ, പാർട്ടി ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അത് പാർട്ടി മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? സഖാവെ ചർച്ച ചെയ്ത അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കത്തില്ലേ?
ഇതാണ് അവസ്ഥ. പേടിയാണ്. പേടിച്ചിട്ട് ആരും മിണ്ടത്തില്ല, സൈലന്റ് ആയിട്ടിരിക്കും. അത് എനിക്ക് പറ്റത്തില്ല. എന്തായാലും അങ്ങനെ അടിമത്തത്തോടെ ഇരിക്കാൻ എത്ര നാളിരുന്നെങ്കിലും പറ്റത്തില്ല. ഞാൻ ഒരു കാര്യവും ആഗ്രഹിച്ചിട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അതിനേക്കാൾ ഏറ്റവും രസം, കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ കൊടുത്തു എൻ്റെ വീട്ടിൽ നിന്ന്. അത് എന്നെക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്നും തീർച്ചയായും എന്നെക്കാൾ ഉയർന്ന സ്ഥാനത്ത് അദ്ദേഹം വരുമെന്നും അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും എനിക്കും ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതൊക്കെ അസ്ഥാനത്തായി പോയി. ആ വീഡിയോ ഇപ്പം ഞാൻ എതിർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച വീഡിയോ ഇട്ട് അദ്ദേഹം 4 വോട്ട് പിടിക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് അധപ്പതിച്ച ഒരു സംസ്കാരം ശരിയാണോ? അത്രയും നിലവാരത്തിലേക്ക് എത്തിയോ? ഇപ്പോഴും എന്റെ ശബ്ദം വേണോ അവർക്ക് ജയിക്കാനായിട്ട്? ആ വീഡിയോ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അത് ഒട്ടുമേ ഒരു ലീഗലി ശരിയല്ല, ഒരു മാനേഴ്സ് ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആ പാർട്ടി കാണിക്കുന്ന പ്രവർത്തനമാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക്, ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ വളരെ മോശപ്പെട്ട ഭാഷയില്. ഇതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ആ പാർട്ടിയിൽ എങ്ങനെ ഇത്ര നാള് നിന്നു എന്നുള്ളതാണ്. ഒരു കുറ്റം പോലും പറയാനില്ല. പാർട്ടി മാറി എന്നുള്ളതല്ലാതെ, പാർട്ടി മാറി എന്നുള്ളൊരു കുറ്റമാണോ? എത്രയോ പേര് ഏതെല്ലാം പാർട്ടിയിലേക്ക് മാറുന്നു. കോൺഗ്രസിൽ നിന്ന് എത്ര പേര് CPM വന്നു, അതിന് കുറ്റമില്ലേ? അവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലേ? അതൊക്കെ കുറ്റമാണ്. അപ്പൊ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങള് ഒരു വിലയും ജനങ്ങൾ കൽപ്പിക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ പ്രതികരണമാണ് ഞാനിപ്പോ ചെല്ലുമ്പോ കാണുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ പറയുന്നത് പോലെ പോകുന്ന വഴിയിലൊക്കെ കുഞ്ഞുങ്ങളടക്കം ഐഷ പൊറ്റിയെ കാണാൻ വേണ്ടിയുള്ള തിരക്കിലും ആഹ്ലാദത്തിലും ഒക്കെയാണ്. ഈ പറയുന്നത് പോലെ ജനങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ ഈ CPM വോട്ടുകൾ കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? കിട്ടിക്കൂടെയില്ല. ഞാനത് ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും നല്ല മനസ്സോടെ പലരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കെല്ലാം അവരോടെല്ലാം സ്നേഹമാണ്. ഒരു വിഭാഗം നേതാക്കൾ കാണിക്കുന്ന ഒരു ഏകാധിപത്യത്തിന്റെ ഒട്ടും ഇഷ്ടപ്പെടാത്ത വലിയൊരു ഭാഗം സഖാക്കൾ തന്നെയുണ്ട്. ഒരുപക്ഷെ അവരും ചിന്തിച്ചുകൂടായി ഇല്ല. മനുഷ്യർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള എൻ്റെ അടുത്തേക്ക് ആർക്കും ഓടി വരാം. ഏത് ജനങ്ങളും ഒരു കത്തും ഇല്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ്. അതാണ് അവരുടെ സ്നേഹം. നമ്മൾ സാധിക്കുമെങ്കിൽ അപ്പം ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ജനപ്രതിനിധിയായിട്ട് വന്നാൽ താല്പര്യം ഉണ്ടാകുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും എന്തായാലും പ്രതീക്ഷ എന്ന് പറയുന്നത് 100% എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതാ കണ്ടില്ലേ, ജനങ്ങളുടെ സ്നേഹമാണ് എൻ്റെ പ്രതീക്ഷ. അവർ തന്നിട്ടുള്ള കാര്യം. ഞാൻ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു എല്ലാപ്പോഴും. MLA ആയിരിക്കുമ്പോഴും എത്ര സമയമില്ലാത്തപ്പോഴും ഒരു മരണം വന്നാൽ, കല്യാണം വന്നാൽ, അവരുടെ പ്രശ്നങ്ങൾ വന്നാൽ, എവിടെയെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നാൽ ഓടിയെത്തുമായിരുന്നു. അത് അവരെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളതാണ്. ആർക്കും വന്ന് കാണാമായിരുന്നു. ഒരാളുടെ ഇടനില ഉണ്ടായിരുന്നു. ഒരിടനിലയും വേണ്ടാതെ നേരിട്ട് വന്ന് കാണാൻ കഴിയുമായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. അതാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. ജനങ്ങളുടെ ആ കരുതലും സ്നേഹവും തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് അത് റിസൾട്ടിൽ പ്രതിഫലിക്കും. ഇതാണ് കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. ആത്മവിശ്വാസമാണ്. പാർട്ടി മാറി എന്നതോ വിമർശനങ്ങൾ ഉണ്ട് എന്നതോ ഒന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ടുള്ള പ്രചാരണ പരിപാടി. ഐഷ പൊറ്റി തന്നെ വരണം, അതാണ് നമ്മുടെ ഉറപ്പെന്താ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊട്ടാരക്കര ഭരിച്ചിരുന്നപ്പോൾ നല്ല പ്രവർത്തനങ്ങളാ ചെയ്തത്. നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റിലായിരുന്ന സമയത്ത് ചെയ്യേണ്ടത് മൊത്തം ചെയ്തു. കൊട്ടാരക്കര ഹോസ്പിറ്റല് എല്ലാം അവർ തന്നെ, കൊട്ടാരക്കര നല്ല നമ്മുടെ സബ് സ്റ്റേഷൻ ആയാലും ഏത് കാര്യങ്ങളായാലും ചെയ്തത് ഐഷ പൊറ്റി ഉറച്ചു തന്നെ ഞാൻ പറയും. എനിക്ക് പാർട്ടി മാറിയതൊന്നും ഒരു വിഷയമാവില്ല. പാർട്ടി ഏതോ ആയിക്കോട്ടെ, വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത്. പാർട്ടി എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരിയാ. പക്ഷെ പാർട്ടി മാറി ഒന്ന് വിഷയമല്ല. പക്ഷെ ഐഷ പൊറ്റി കൊട്ടാരക്കര വരണം. ഈ LDF ഭരണം, 3ാം പിണറായി സർക്കാർ, ഇതൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയം. നമുക്ക് LDF ആയിട്ട് എനിക്ക് ഇപ്പൊ ഇഷ്ടമല്ല. ആ ഭരണം അവരുടെ നയങ്ങള് മാറിപ്പോയി. പണ്ടത്തെ നയമല്ല. പണ്ട് പിന്നെ അച്യുതാനന്ദനും EMS ഒക്കെ ഭരിച്ച ഭരണമല്ലല്ലോ ഇപ്പൊ അവരിപ്പം ഭരിക്കുന്നേ. പിണറായി എന്ന് കേൾക്കുമ്പോ എന്താ തോന്നുന്നു? പിണറായി എനിക്ക് ഇഷ്ടമല്ല. എന്നും അവര് പിന്നെ മൊത്തം ഭരിച്ച് മുടിച്ച് നശിപ്പിച്ചിട്ടിട്ട് അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മൊത്തം ഞങ്ങളാ ചെയ്യുന്നതെന്നാ അവര് പറയുന്നത്. പക്ഷെ കൊട്ടാരക്കരയാക്കിയത് കൊടിക്കുന്നിൽ സുരേഷും ഐഷ പൊറ്റിയും. അത് നമ്മൾ ഉറച്ചു തന്നെ ഞാൻ പറയും.
അവരും ഉണ്ടെന്ന് അവിടെ ഇടാൻ തറയിടാം, അവര് കല്ലിടുന്നു ഇവിടെ കല്ലിടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തതാരാ? ഐഷാപ്പോറ്റിയ. ആ തീരുമാനം എല്ലാ ജനങ്ങളും ചെയ്യട്ടെ, നന്മയായിട്ട് വോട്ടുകൾ ഐഷാപ്പോറ്റിക്ക് കിട്ടട്ടെ എന്ന് ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളാ, അപ്പോഴും നമുക്ക് നല്ലൊരു, ഞങ്ങൾക്ക് ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കൊക്കെ പോകാൻ ഒരു നല്ല ഭരണം ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രതീക്ഷ ജയിച്ചാ കൊള്ളാം. ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും. ജയിച്ചാ ഞങ്ങൾക്ക് എന്തോ ഒരു സഹായം ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനിപ്പോ. ഇഷ്ടമാണോ ഐഷാപ്പോറ്റി? ഇഷ്ടാ, ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം, വീടൊക്കെ അറിയാം. ഈ പാർട്ടി മാറി വന്ന ഒരാളല്ലേ, അപ്പൊ അത്രത്തോളം സ്വീകാര്യത ലഭിക്കുവോ ഈ പാർട്ടി മാറി? എന്റെ വീട്ടിലുള്ളവരെല്ലാരും ഈ കമ്മ്യൂണിസ്റ്റ് തന്നെ. ഞാൻ ഞങ്ങളുടെ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല കൊട്ടാരക്കര, അതിന് പോയായിരുന്നു. പക്ഷെ ഇപ്പൊ ഐഷാപ്പോറ്റി കോൺഗ്രസിലായാലും ആ ഒരു വിശ്വാസം എനിക്കിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇന്ന പാർട്ടി അങ്ങനെ പാർട്ടി അങ്ങനെയൊന്നും ഇല്ല. ഏത് പാർട്ടിക്കാരും ഞാൻ പണ്ടുതൊട്ടേ, എന്റെ ആങ്ങളെ പണ്ടുതൊട്ടേ കമ്മ്യൂണിസ്റ്റ് തന്നെ, മരിച്ചു പോയെങ്കിലും ഈ കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാ. അപ്പൊ ആങ്ങളെ മരിച്ചുപോയി, അതിന്റെ നാത്തൂനും ഉണ്ട്, അവര് കമ്മ്യൂണിസ്റ്റായി. പറഞ്ഞു വരുന്നത്, നമ്മൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ പാർട്ടി മാറിയാൽ അതെങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. പാർട്ടി മാറിയാലൊന്നും പ്രശ്നമില്ല, ഐഷാപ്പോറ്റി എവിടെയാണോ അവിടെ ഞങ്ങളുണ്ട് എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണം. ചേച്ചി, എങ്ങനെയുണ്ട് ഐഷാപ്പോറ്റിയുടെ ജയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. അതെന്താ ഇത്ര ഇഷ്ടം? ഐഷാപ്പോറ്റി ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇപ്പോഴത്തെ ഭരണം അങ്ങനല്ലയോ, ഇപ്പോഴത്തെ ഭരണം അങ്ങനല്ലയോ, അതുകൊണ്ടാ ഒന്നും ഒരു മാറ്റം ഉണ്ടാവും. കോൺഗ്രസ് വന്ന മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കുന്ന. ഞാനൊരു അസുഖക്കാരിയാ, ക്യാൻസർ രോഗിയാ, എന്തെങ്കിലുമൊക്കെ സഹായം അവരിൽ നിന്നൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒന്നും സഹായങ്ങളും ഇപ്പൊ എന്താ 1000 രൂപ കണ്ട് അതും ഇപ്പൊ കിട്ടുന്നില്ല. ഈ മെഡിക്കൽ കോളേജിലെ 1000 രൂപ കിട്ടുന്നത് അത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലിരിക്കുക. പെൻഷനൊക്കെ കിട്ടുന്ന ആളാണോ? പെൻഷൻ കിട്ടാറുണ്ടോ കറക്റ്റ്? അപ്പൊ എങ്ങനെയാണ് പെൻഷന്റെ കാര്യങ്ങളൊക്കെ? ഇപ്പൊ LDF സർക്കാർ ഉണ്ടെങ്കിലേ പെൻഷൻ കിട്ടൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടേക്ക് വന്നാൽ 3000 രൂപ പെൻഷൻ കൊടുക്കും പറയുന്നുണ്ട്. അപ്പൊ ആര് വരണം? ഇതന്നെയാണ് ഐഷാപ്പോറ്റിക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത്. ഒരു പ്രസ്ഥാനം എന്നതിനേക്കാൾ ഉപരി ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നതാണ് എന്നതാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും പാർട്ടി മാറ്റമൊന്നും വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും LDF UDF എന്നുള്ള ശക്തമായിട്ടുള്ള മത്സരം, അതിനിടയിൽ NDAയുടെ വലിയൊരു വളർച്ച, അതൊക്കെ തന്നെയാണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച വലിയ ചർച്ചാ വിഷയമാകുന്നത്. തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അന്ന് ജനം വിധി എഴുതുമ്പോൾ ആരായിരിക്കും ഇവിടെ എന്നുള്ള ചോദ്യം ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമാണ് ബാക്കി.